പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവികാന ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം എങ്ങനെ നമ്മൾ വായിക്കണം എന്നതിനെക്കുറിച്ച് ഞാനൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മെ ആകർഷിക്കുന്ന വചനമാണ് നമുക്കുള്ള സുവിശേഷം. വിശുദ്ധ ഗ്രന്ഥത്തിലെ തിരുവചനം, അതൊരു പാരഗ്രാഫ് വായിച്ചാലും ഒരു അധ്യായം വായിച്ചാലും അതിനകത്തു നിന്നും നമ്മളോട് പറയുന്ന ഒരു സന്ദേശമുണ്ടാകണം, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു സന്ദേശമുണ്ടാകണം. അതുകൊണ്ടാണ് എപ്പോൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിച്ചാലും അതിനകത്ത് നമ്മളെ ആകർഷിക്കുന്ന വചനമാണ് നമുക്കായിട്ട് ദൈവം തരുന്ന സുവിശേഷം. ഞാൻ ഈ ദൈവവചനത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കൊച്ച് സൺഡേ സ്കൂൾ കുട്ടിയുണ്ട്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ കൊച്ച് ചെറുപ്രായത്തിൽ തന്നെ പൂർണ്ണമായിട്ടും ബൈബിൾ മുഴുവൻ വായിച്ചു തീർത്തു. ഒപ്പം ബൈബിളിൻ്റെ ചില അധ്യായങ്ങൾ സുന്ദരമായിട്ട് കാണാതെ പറയും. അപ്പം ഞാൻ ചോദിച്ചു, ഈ എങ്ങനെയാണ് ഈ കഴിവ് കിട്ടിയതെന്ന്. അത് അവർക്കും അറിഞ്ഞുകൂടാ. ദൈവത്തെ ആഗ്രഹിച്ച് ദൈവത്തെ ദാഹിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം തന്നെ പങ്കുവെച്ചതായിരിക്കാം ഒരുപക്ഷെ വർഷങ്ങളായിട്ട് ദൈവവചനം വായിക്കുന്നവരും അല്ലെങ്കിൽ പല ആവർത്തി വായിച്ചവർക്കും ദൈവവചനം ഒരു അനുഗ്രഹമല്ലാതായിട്ട് മാറുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനൊരു ഭാഗമായിട്ട് മാറാതിരിക്കുമ്പോൾ, ഈ 6ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം ജീവനുള്ള അവരുടെ ജീവിതത്തിൻ്റെ പൂർണ്ണതയുള്ള ഭാഗമായിട്ട് മാറി. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമുക്കെല്ലാം അനുഭവമാകണം എന്ന് നമ്മൾ പറയുക. ഹൃദയത്തിൽ സ്നേഹത്തോടുകൂടെ വേണം നമ്മൾ ദൈവവചനത്തെ കാണുന്നതിനും സമീപിക്കുന്നതിനും. ദൈവവചനം വായിക്കുന്നതിന് മുമ്പ് ഈശോയാണ് ദൈവത്തിൻ്റെ വചനമെന്നും ആ ഈശോ എന്നോട് സംസാരിക്കുമെന്നുമുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകണം. നമുക്കറിയാം, ഞായറാഴ്ചകളിലൊക്കെ വചനപ്രഘോഷണം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു ധ്യാനം നടത്തുമ്പോൾ, അതിലൊരു കൺവെൻഷനിൽ പ്രസംഗിക്കുമ്പോഴെല്ലാം ദൈവവചനം പ്രസംഗിക്കുന്ന ആൾ ഒരേ ഉദ്ദേശത്തോട് പറയുമ്പോൾ അത് കേൾക്കപ്പെടുന്ന എല്ലാവർക്കും അവരുടേതായ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്നതിൻ്റെ കാരണം അത് ക്രിസ്തു ആയതുകൊണ്ടാണ്, ക്രിസ്തു അവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ പറയാറുണ്ട്, നമ്മൾ ദൈവത്തിൻ്റെ വചനം ഒന്ന് പൂർണ്ണമായിട്ടും വായിക്കുകയാണെങ്കിൽ, ബൈബിൾ മുഴുവൻ നമ്മളൊന്ന് ഹൃദയസ്ഥമാക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, ബൈബിളിൽ പലയിടത്തും അതിലെ സംഭവങ്ങളുമായിട്ട് കോർത്തിണക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളായിട്ട് തന്നെ അത് നമുക്ക് ധ്യാന വിഷയമാക്കാൻ പറ്റും. കാരണം നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ പ്രത്യേകതകൾ, നമ്മുടെ ജീവിതത്തിലെ പരിവർത്തനങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഒക്കെ ബൈബിളിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ കഥാപാത്രങ്ങൾ വേറെയാണെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ അത് നമ്മുടേതായിട്ട് മാറും. അങ്ങനെ മാറുമ്പോഴാണ് നമുക്ക് ദൈവവചനം സുവിശേഷമായി തീരുക. അപ്പോൾ ദൈവവചനം ഓരോരുത്തർക്കും സുവിശേഷമാകുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനം ഈശോ നമ്മളിൽ പ്രവർത്തിക്കുന്ന ഈശോ തന്നെ ആയിത്തീരുക. അത് നമുക്കിടയാകണം. 1 കൊരിന്തോസ് 10-ാം അധ്യായം 11-ാം തിരുവചനം പറയുന്നുണ്ട്, ഇതെല്ലാം അവർക്കൊരു താക്കീതായിട്ടാണ് സംഭവിച്ചത്. നമുക്കൊരു പാഠമാകേണ്ടതിന് അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മളിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. അതായത് ബൈബിളിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ധ്യാനിക്കുമ്പോൾ, വായിക്കുമ്പോൾ, മനനം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണത്. ഒരുപക്ഷെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമ്മളും ഇതുപോലെയുള്ള പ്രശ്നങ്ങളിലൂടെ, ഇതുപോലുള്ള സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ സംരക്ഷിക്കുവാനും അനുഗ്രഹിക്കുവാനും ജീവിക്കുന്നൊരു ദൈവവചനമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള സത്യമാണ് നമ്മൾ അതുവഴി പാഠമാക്കേണ്ടത്, അനുഭവിക്കേണ്ടത്, സ്വന്തമാക്കേണ്ടത്. ഇതേ രീതിയിൽ ദൈവവചനത്തെ കണ്ട് വചനത്തിൻ്റെ സ്വന്തമാകുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. വചനമാകുന്ന ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം അവിടുത്തെ നാമത്തിൽ നൽകണമേ. വചനത്തിൽ ജീവനുള്ളതുള്ള ശക്തി ഓരോ ദിവസവും വചനം വായിക്കുമ്പോൾ ഞങ്ങൾക്ക് ഹൃദയസ്ഥമാക്കി തരണമേ. ഈ വചനം ദൈവത്തിൻ്റെ വചനമേ, വചനത്തിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങളെ ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ശംസിയായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.